വിപുലമായ സജ്ജീകരണങ്ങളാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം നിരവധി നേതാക്കൾ അവിടെയുണ്ട്. അവസാനമായി പൊതുദർശനത്തിന് വെക്കുന്ന ഇടമാണ്. അവിടേക്കുണ്ടാകാൻ പോകുന്ന ജനസഞ്ചയം അത് എത്രത്തോളമാണെന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമായിരിക്കും. കാരണം ഇത്രയും സജ്ജീകരണങ്ങളും ഇത്രയും നിർദ്ദേശങ്ങളും ഇത്രയും സമയക്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ജനങ്ങളെയാണ് മനുഷ്യരുടെ ഒരു കടലിനെ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. റിക്രിയേഷൻ ഗ്രൗണ്ടിന്റെ പരിസരത്ത് നിന്നും അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, എത്താൻ പോകുന്നത് ഇനി ഇതിനും വലിയൊരു മഹാസാഗരം തന്നെയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ്? ആരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? ശരിയിൽ നിന്നോ നീതിയിൽ നിന്നോ എന്തെങ്കിലും ഒരു വ്യതിചലനമുണ്ടായാൽ അവിടെ അതിനോട് കയർത്തു നിൽക്കുക എന്നതായിരുന്നു VSന്റെ രാഷ്ട്രീയം. അടിസ്ഥാന വർഗത്തിൻ്റെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ തനിക്ക് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും VS കാണിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി എവിടെയും പോരടിച്ച് മുന്നേറുകയായിരുന്നു VSന്റെ രീതി, ജീവിതശൈലി. ആ ശൈലിയുടെ അവസാനം, ആ ശൈലിയുടെ എല്ലാ ഗുണഗണങ്ങളും അനുഭവിച്ച ഒരു ജനത അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്, മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അനുരാഗുണ്ട് ഏറ്റവും അവസാനമായി പൊതുദർശനത്തിന് വയ്ക്കുന്ന ഇടത്തു നിന്നും. അനുരാഗ്, കാണാവുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? അഖില, ഇതിലും മനോഹരമായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എങ്ങനെയാണ് നാട് യാത്ര നൽകുക എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ തിരുവനന്തപുരം മുതൽ ഇതുവരെയുള്ള ഈ അവസാനം അഖില സൂചിപ്പിച്ചതുപോലെ അവസാനം പൊതുദർശനം നടക്കുന്ന ഇടം വരെയുള്ള വഴിവക്കുകൾ നമ്മൾ കണ്ടതാണ്. പൊതുദർശനം വച്ച ഇടങ്ങൾ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം മുതൽ ആരൊക്കെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. എല്ലാം തൊഴിലാളി വർഗമാണ്. എല്ലാവരും സാധാരണക്കാരാണ്. പെട്രോൾ പമ്പിലടക്കം അതേ യൂണിഫോമിൽ ജോലിക്കിടയിൽ ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയവരെ നമ്മൾ കണ്ടു. രാവിലെ തങ്ങളുടെ വീട്ടിൽ പൂത്ത റോസാപ്പൂ അത് 4 ഒതുക്കി പിടിച്ചുകൊണ്ട് VSന് അവസാനമായി തൻ്റെ വീട്ടിലുള്ള ആ റോസാപ്പൂക്കൾ നൽകണമെന്ന് പറഞ്ഞ് ഓടിയെത്തിയ 60 വയസ്സിന് മുകളിലുള്ള വൃദ്ധരെ നമ്മൾ കണ്ടു. അച്ഛൻ്റെയും അമ്മയുടെയും തോളിൽ കയറി വന്ന കുട്ടികളെ നമ്മൾ കണ്ടു. അങ്ങനെ പ്രായഭേദമന്യേയുള്ള ആളുകളാണ് VSനെ അവസാനമായി കാണാൻ ഓടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ട് പരിസരം കടൽക്കരയാകെ ഒന്നാകെ ഇവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികൾ ഇടിമുഴക്കം പോലെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ ഇടിമുഴക്കം പോലെ കേൾക്കുന്ന മുദ്രാവാക്യമെല്ലാം സ്നേഹത്തിൻ്റെ മറ്റൊരു പര്യായമായി ഇവിടെ ഉയർന്നു കേൾക്കുകയാണ്. അല്പസമയത്തിനകം ഈ ഇവിടേക്ക് എത്തിച്ചേരും. പ്രമുഖരായ ആളുകളെല്ലാം അകത്തുണ്ട്. അതിനേക്കാൾ ഉപരി ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നു. മഴ നനഞ്ഞ് കാത്തു നിൽക്കുന്നു. മഴയും വെയിലുമൊന്നും അവർക്കൊരു പുത്തരിയല്ല എന്നുള്ള കാര്യത്തിലാണ് അവർ പറയുന്നത്. അവരോട് ചോദിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് നമുക്ക് വേണ്ടി എത്രത്തോളം മഴയും വെയിലും കൊണ്ടതാണ്, എത്രത്തോളം സഹിച്ച ആളാണ് VS. അദ്ദേഹത്തെ അവസാനമായി കാണാൻ കൊള്ളുന്ന ഈ മഴയൊന്നും ഒരു മഴയല്ല, കൊള്ളുന്ന വെയിലൊന്നും ഒരു വെയിലല്ല എന്നുള്ള കാര്യമാണ് ഓരോ ആളുകളുടെയും പ്രതികരണത്തിൽ കേൾക്കാൻ കഴിയുന്നത്. പ്രകൃതി പോലും കരയുന്ന കാഴ്ച. നമ്മൾ വേലിക്കകത്ത് വീട്ടിലേക്ക് അദ്ദേഹം 2019 ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അതിനുശേഷമാണ് ഇവിടേക്ക് എത്തുന്നത്. ഭൗതിക ശരീരമായാണ് എത്തുന്നത്. ആ എത്തിയ സമയത്ത് പ്രകൃതി പോലും കരയുന്നത് നമ്മൾ കണ്ടു. വീടിന് തൊട്ടടുത്ത് ഈ ബസ് എത്തുമ്പോഴേക്കും ഒരു നിമിഷങ്ങൾ മാത്രമായി ഈ മഴ പെയ്തു തോരുന്നത് നമ്മൾ കണ്ടു. പ്രകൃതിയുടെ കണ്ണീര് പോലെ അത് പെയ്തു തോർന്നു. ആ കണ്ണീര് പോലെ തന്നെയാണ് ആളുകൾ കാത്തുനിന്ന് കണ്ടവരെല്ലാം, കണ്ണീരോടെ അകത്തേക്ക് കയറിപ്പോയവരെല്ലാം ആ മുഖം കണ്ട് നെഞ്ചുപൊട്ടി പുറത്തേക്ക് ഇറങ്ങിയ കാഴ്ച. ആ നെഞ്ചുപൊട്ടി തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഓരോരുത്തരും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിമിഷങ്ങൾ മാത്രം കണ്ടവർ, പലയിടത്തും നിമിഷങ്ങൾ മാത്രം കണ്ടവർ ഇവിടെ ഒരിക്കൽ കൂടി കാണാനായി കാത്തു നിൽപ്പുണ്ട്. അവിടെ കാണാൻ കഴിയാതെ ഗ്രൗണ്ടിലേക്കാണ് ആ വിലാപയാത്ര എത്താൻ പോകുന്നത്. ഗോകുൽ കൂടിയുണ്ട്. ഗോകുൽ, അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ നിലപാടുകളുടെ പ്രതീകമാണ് VS. നമുക്ക് അദ്ദേഹത്തെ കാണാനായാണ് അത്രയധികം മനുഷ്യർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അവർ കണ്ണീരണിയുന്നു. വീട്ടിലുണ്ടായ റോസാപ്പൂക്കൾ ഇതളൊഴിയാതെ
അവിടേക്കെത്തി VSന്റെ മൃതദേഹത്തിനുമേൽ സമർപ്പിക്കാനായി അവരെത്തുന്നു. അങ്ങനെ വികാരാധീനരായ കണ്ണു നനയ്ക്കുന്ന കാഴ്ചകൾ മാത്രമേ അവിടെ നിന്ന് കാണാനുള്ളൂ. ജോലിക്ക് പോയി അതിൻ്റെ വിയർപ്പൊഴിയാതെ അവിടെ വന്ന് അദ്ദേഹത്തെ ഒരു നോക്കൊന്ന് കാണുവാൻ വേണ്ടി നിൽക്കുന്ന തൊഴിലാളികൾ. അദ്ദേഹം എല്ലാ കാലത്തും തൊഴിലാളികൾക്ക് വേണ്ടിയാണ് പ്രയത്നിച്ചത്, പ്രവർത്തിച്ചത്, അധ്വാനിച്ചത്, സമരം ചെയ്തത്. അതിനുള്ള പ്രത്യുപകാരമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പറയൂ. അഖില ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയൊക്കെയാണ് VS എന്നാലൊരു വികാരം തന്നെയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ആളുകൾക്ക് അവരുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള അവരുടെ സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന നേതാവ് തന്നെയാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ആ മാതൃനാട്ടിലേക്ക് എത്തിയപ്പോൾ അത് ഒരു നോക്ക് അത് ഏറ്റുവാങ്ങുന്നതിനോ അതിനെ ഒന്ന് കാണുന്നതിനോ ആയിട്ട് ജനസഞ്ചയം തന്നെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വലിയ ജനസാഗരം തന്നെയായി മാറിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആളുകൾ നിലവിൽ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ആലപ്പുഴ കടപ്പുറത്തിനോട് ചേർന്നുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്നുണ്ടാവും. ഇവിടെയും പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മടക്കമില്ലാത്ത ഒരു യാത്രയിലേക്ക്, വലിയ ചുടുകാട്ടിലേക്ക്, സമര പോരാളികളുടെ സ്മരണകൾ രമ്പുന്ന ആ വലിയ ചുടുകാട്ടിലേക്ക് VSന്റെ ഭൗതികദേഹവും കൊണ്ടുപോകുന്നുണ്ടാവുക. എന്തായാലും അവസാനവട്ടം ഒരു നോക്ക് കാണാനുള്ള ഒരു കേന്ദ്രമായി കൂടി റിക്രിയേഷൻ ഗ്രൗണ്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരുടെ ഒഴുക്കാണ്. VSന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്ന പ്രിയപ്പെട്ട ആളുകളുടെ ഒഴുക്ക് ഈ റിക്രിയേഷൻ മൈതാനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റോഡുകൾ, ആ റോഡുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ഇങ്ങനെ ഒരേ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വാഹനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആളുകളാൽ നിബിഡമായിട്ടുള്ള തെരുവീഥികൾ തന്നെയാണ് ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഈ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു കേന്ദ്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഈ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മഴയുടെ അന്തരീക്ഷത്തിൽ പോലും നിസ്സാരവത്കരിച്ചുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് എങ്ങും ആ ഒരു മുദ്രാവാക്യം, കണ്ണേ കരളെ VS എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. അത് ഇടതടവില്ലാതെ രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വളരെ വികാരനിർഭരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമേ അദ്ദേഹം VSനെ ചേതനയേറ്റ ശരീരമായെങ്കിൽ കൂടിയും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രിയപ്പെട്ട നേതാവിനെ അവസാനം ഒരു മാത്രം കാണുന്നതിന് വേണ്ടിയിട്ട് ചേട്ടാ കേരളം മുഴുവൻ ഒരുപോലെ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം, ഇത്ര വലിയ ഒരു ജനകീയമായ ജനങ്ങളാകെ നമുക്കെല്ലാം കാണാൻ കഴിയുന്നതാണ്. കേരളത്തിലെ ഇതുവരെ ഒരു രാഷ്ട്രീയം എന്നല്ല ഏത് സാമൂഹ്യ രംഗത്തേക്ക് അത്ര വലിയൊരു ആദരവാണ് കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ഈ ദുഃഖത്തിൽ ആദരാഞ്ജലികൾ പെരുമഴയത്തും വലിയ മഴയത്തും എല്ലാവരും ഓടി കാഴ്ച നമുക്ക് കാണുകയുണ്ട്. കേരളം നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവാണ് VS. ഇതിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഒരു വലിയ വിടവായി തന്നെ കേരളീയ രാഷ്ട്രീയത്തിൽ, തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ അതികായൻ ഉണ്ടായിട്ടില്ല. കേരളീയ സമൂഹം ഒന്നാകെ ഇപ്പോൾ CPIയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബിനുവാണ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലവും VSന്റെ ആ ഒരു പ്രേരണ തങ്ങളിൽ നിലനിൽക്കും. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തലമുറ ഭേദ വ്യത്യാസമില്ലാതെ ആളുകൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിവിധ പ്രായഭേദമന്യേ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ വ്യത്യാസമില്ലാതെ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രത്തോളം എല്ലാ തലമുറയെയും സ്വാധീനിക്കപ്പെട്ട, എല്ലാ തലമുറയിലും പ്രചോദനം വിരിയിച്ചൊരു നേതാവ് കൂടി തന്നെയാണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. കാരണം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആരംഭിച്ചത് മുതൽ തന്നെ വഴിയോരങ്ങളിലൊക്കെ
കാത്തുനിന്നതിൽ ഒരു കൂട്ടർ മാത്രമായിരുന്നില്ല. അതിൽ കൊച്ചു കുട്ടികളുണ്ടായിരുന്നു, പ്രായമേറെ ഉള്ള ആളുകളുണ്ടായിരുന്നു. അത്തരത്തിൽ വിവിധ തലമുറകളിലും വിവിധ പ്രായങ്ങളിലും ഒക്കെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു മാത്രം മതി, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കാണാൻ സാധിച്ചെന്ന് കൂടി വരില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാത്രമേ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ള ലക്ഷ്യത്തിലാണ് അത്രയധികം ആളുകൾ, അത് മണിക്കൂറുകളോളം കാത്തുനിന്ന് അല്ലെങ്കിൽ കാലാവസ്ഥയെ പോലും ക്ഷമിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ തയ്യാറായതും ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ആലപ്പുഴ കേന്ദ്രമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്